ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മ ഓഫ് ട്വിന്നീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അടിപൊളിയാവട്ടെ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ കാരണം എന്താണെന്ന് പോലും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റിയ ആ ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, എൻ്റെ ഫോൺ പഴയത് കംപ്ലൈൻ്റ് ആയിപ്പോയി. പുതിയ ഫോൺ കിട്ടിയപ്പോൾ ആ പഴയ മെയിൽ ഐ ഡി വെച്ചിട്ട് എനിക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് പരിശ്രമിച്ചു കേട്ടോ. ഗൂഗിൾ കമ്മ്യൂണിറ്റിയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അതൊക്കെ ട്രൈ ചെയ്ത് ഒരുപാട് അറ്റംപ്റ്റ് ആയിട്ട് അവസാനം ഗൂഗിൾ എന്നെ ബ്ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ട്രൈ ചെയ്യാൻ പോലും പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു വിഷമം മറികടക്കാൻ വേണ്ടി പുതിയൊരു യൂട്യൂബ് ചാനൽ വീണ്ടും തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ എനിക്ക് തോന്നി ഒന്നും കൂടി ഒന്ന് പരിശ്രമിച്ചു നോക്ക്, ചിലപ്പോൾ കിട്ടിയെങ്കിലോ എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയണ പോലെ തോന്നിയിട്ടോ. അങ്ങനെ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് നമ്മുടെ ചാനൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായി. നിങ്ങളെല്ലാവരും ഞാൻ ഒത്തിരി മിസ് ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ നിങ്ങളോട് പറയാനായിട്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല മടിയും അതുപോലെ ട്രാക്കൊക്കെ തെറ്റി ഏതൊക്കെയോ റൂട്ടിൽ കൂടിയാണ് ഓടിക്കൊണ്ടിരുന്നത്. ഇന്ന് എന്തായാലും കറക്റ്റ് ട്രാക്കിലേക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. 5:30ക്കാണ് അലാറം വെച്ചതെങ്കിലും സ്നൂസ് ചെയ്ത് 5:45 എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ച് ഫ്രഷ് ആയിട്ടോ. പിന്നെ എന്താണ്, അടുക്കളയിലേക്ക് വന്നു. 7 മണിയാകുമ്പോഴത്തേക്ക് അച്ഛന് പോകണം. അപ്പോൾ അച്ഛന് ഫുഡ് കൊടുത്തയക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അച്ഛനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തയച്ചതിന് ശേഷം നല്ല സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം, ചായ പ്രാന്തിയാണ് ഞാനെന്ന്. ഇപ്പോൾ പക്ഷെ കുറച്ച് തുടങ്ങി കേട്ടോ. ഡയറ്റിംഗ് ആണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചായയുടെ ഞാൻ കുടിച്ചിരുന്ന ടൈംസ് ഞാൻ കുറച്ചു. ഇപ്പോൾ രാവിലെ ഒന്ന് വൈകിട്ടൊന്ന് അങ്ങനെ മാത്രമേ കുടിക്കുകയുള്ളൂ. പിന്നെ പഞ്ചസാരയും പതുക്കെ ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതൊരു കാര്യം ഒറ്റയടിക്ക് നിർത്തുന്നതിനേക്കാളും കുറേശ്ശെ ആയിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസമായി വിചാരിക്കുന്നു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കണം എന്ന്. ഭയങ്കര യൂസ്ഫുള്ളാണ് അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ എന്തൊരു കറി വെക്കുകയാണെങ്കിലും ഭൂരിഭാഗം മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ കറികളിലും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമല്ലേ. അപ്പോൾ ഇഞ്ചി എടുത്ത് തൊലി കളഞ്ഞ് വെളുത്തുള്ളി എടുത്ത് തൊലി കളഞ്ഞ് അത് കഴുകി അത് ചതച്ചെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ നമുക്ക് വിചാരിക്കുക എന്നാൽ അത് വേണ്ടാന്ന്. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ട്രാക്കൊക്കെ തെറ്റി നല്ല മടി പിടിച്ചാൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്ത് വെക്കാഞ്ഞത്. സാധാരണ എൻ്റെ ഫ്രിഡ്ജിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേങ്ങ ചിരവിയത് ഉള്ളി നന്നാക്കിയതൊക്കെ എപ്പോഴും സ്റ്റോക്ക് കാണും. ഇനി അതൊക്കെ ചെയ്തിട്ട് വേണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കഴുകി ഞാൻ വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഡ്രൈ ആയതിന് ശേഷമാണ് ഞാൻ അരച്ച് വെക്കാറുള്ളത്. എന്നാലാണ് ഒരുപാട് കാലം കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതാ നമുക്ക് വീണ്ടും ചെറിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് ടൈപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഈ ഒഴിവ് പോലെ ഞാനിരുന്ന് ചെയ്യും. ബേബീസ് എണീറ്റിരിക്കുമ്പോൾ ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും മടിയിൽ കയറിയിരുന്ന് ഞാൻ എന്താ ചെയ്യണമെന്ന് കാണണം. അപ്പോൾ ഇവർ രണ്ടുപേരും മടിയിൽ വെക്കുമ്പോൾ എനിക്ക് ടൈപ്പ് ചെയ്യാനും സംഭവം നോക്കിയിട്ട് വേണമല്ലോ ടൈപ്പ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ നോക്കലും ടൈപ്പിങ്ങും ഇവർ ബാലൻസ് ചെയ്യലും നടക്കില്ല. അപ്പോൾ അവർ ഉറങ്ങിയപ്പോൾ ചെയ്യാനിരുന്നു. ഞാൻ ചെയ്ത് പകുതി ആയപ്പോഴത്തേക്കും ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അമ്മണിയുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വർക്കൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചായ പരിപാടിക്ക് വന്നു കേട്ടോ. അപ്പോൾ ചായ ഇട്ടിട്ട് കഴിക്കാനുള്ള ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈ ബ്രെഡ് ടോസ്റ്റ് ഇത് സെക്കൻഡ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ബ്രെഡ് ടോസ്റ്റുകളൊന്നും പരീക്ഷിക്കാറില്ല, ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം പരീക്ഷിച്ചപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത് മാള് പ്രത്യേകം പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ്, അവൾക്ക് ഇഷ്ടമായത്. അവൾക്ക് ഇങ്ങനെയൊന്നും അങ്ങനെ കഴിക്കുന്ന സാധനങ്ങളോട് ഇഷ്ടം പൊതുവെ കുറവാണ്. ഭക്ഷണ കാര്യത്തിൽ വളരെ പുറകിലാണ് കേട്ടോ അവൾ. അപ്പോൾ അവൾ പറഞ്ഞു ഇത് ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല, അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരു സവോള, പിന്നെ തക്കാളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചെറുതായി അരിയുക. എന്നിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കടലപ്പൊടി ഇടുക കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ച് തിക്കായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് നടുകെ മുറിക്കുക, 2 പീസാക്കി വെക്കുക. അപ്പോൾ ഞാൻ ട്രയാങ്കിൾ ഷേപ്പിലാണ് മുറിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിക്കാം. പിന്നെ ഇത് വീറ്റ് ബ്രെഡിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഈ നമ്മുടെ ബ്രെഡിൻ്റെ ഓരോ പീസും ഈ ബാറ്ററിൽ മുക്കിയിട്ട് പാനിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വെറുതെ കഴിക്കുന്നതിനേക്കാട്ടിലും ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് കൂട്ടി കഴിക്കാനാണ്, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ
ചായയും പിന്നെ ഇതാ ബ്രെഡ് ടോസ്റ്റൊക്കെ കഴിച്ച് കുറേ നേരം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഇനി അധികം നാളൊന്നും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച് വർത്താനം പറഞ്ഞിരിക്കാനുള്ള ഇതൊന്നും കിട്ടില്ലല്ലോ. കാരണം മാളുവിൻ്റെ കല്യാണമാണ് സെപ്റ്റംബറിൽ. അപ്പം അവളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അതാണ് മെയിനായിട്ടുള്ള വിശേഷം നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ മാത്രം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല തിക്കും തിരക്കുമായിരുന്നു. പിന്നെ അമ്മയും കൂടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്തം എൻ്റെ തലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതാണ് പ്രോപ്പറായിട്ട് ആ സമയത്ത് വീഡിയോ ഇടാൻ പറ്റാഞ്ഞതും. പെയിൻറ്റിങ് ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാളുവിനെ പിരിയുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അത്രയും ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അത്രയും ബോണ്ടിങ്ങിലാണ് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ വളർന്നത്. എനിക്കാണെങ്കിലും അവൾക്കാണെങ്കിലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ അവളെ കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ കുറേ വിഷമമാണ്. എന്നാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. കാരണം ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. എസ്പെഷ്യലി പെൺകുട്ടികൾ ഒരു വീട്ടിൽ വളരുന്നു, വേറൊരു വീട്ടിലേക്ക് പോയി ജീവിക്കുന്നു. അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ ആധികാരികമായി സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കും, പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് അരയ്ക്കാറ്. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ കുറേ നാൾ കേടുകൂടാതൊക്കെ ഇരിക്കും. നല്ലെണ്ണ ഒഴിക്കാം, സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഓയിൽ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ അരച്ച് വെക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇഞ്ചിയുടെ ആണെങ്കിലും വെളുത്തുള്ളിയുടെ ആണെങ്കിലും വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ടാണ് കേട്ടോ അടിക്കുന്നത്. എന്നാലാണ് എനിക്കിത് ഒത്തിരി നാൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും കറിയിൽ ഒരുപാട് കോരിയിടേണ്ട ആവശ്യമില്ലല്ലോ, ഇത്തിരി ശരിയല്ല ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് തന്നെ അത്യാവശ്യം എനിക്കൊരു 2-3 ആഴ്ചത്തേക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഞാൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പോവാണ്. പിന്നെ അടുത്തൊരു വിശേഷം അല്ലെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം കാത്തിരിപ്പെന്ന് പറയുന്നത് അമ്മ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓഗസ്റ്റിൽ അമ്മ വരും. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ഓർമ്മ വെച്ചതിന് ശേഷം ഇത്രയും അധികം നാൾ അമ്മേനെ കാണാതിരിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. 7 മാസം കഴിഞ്ഞു ഇപ്പം അമ്മ പോയിട്ട്. അപ്പോൾ അമ്മേനെ കാണാത്തതിൻ്റെ വിഷമവും സങ്കടവും ഞങ്ങൾക്ക് ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ നടന്നപ്പം അമ്മ ഇല്ലാത്തതിൻ്റെ കുറവ് ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കസിൻ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും വെല്ലിച്ചൻ്റെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസൊക്കെ. അപ്പം വെല്ലിച്ചൻ്റെ വെല്ലിമ്മയുടെ മൂത്ത ആൾ കേട്ടോ, കാനഡയിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ഏതോ ഒരു വീഡിയോയിൽ. അപ്പോൾ അവൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു, വടകരയിലായിരുന്നു. അപ്പം അവിടത്തേക്കുള്ള ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ട് സത്യം പറഞ്ഞ് ഈ കഴിഞ്ഞൊരു മാസം നല്ല ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. പിന്നെ വീഡിയോ ഇടാറായപ്പോഴത്തേക്കും ഫോണും പണി തന്നു. പിന്നെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പുതിയ ചാനൽ തുടങ്ങി. പുതിയ ചാനലും സെയിം തന്നെ കേട്ടോ, നമ്മളെ മം ഓഫ് ട്യൂണീസ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഷോർട്സാണ് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ലോങ് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല, അത്യാവശ്യം വ്യൂസൊക്കെ എനിക്കതിൽ നിന്ന് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞൊരു മാസം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വിശേഷങ്ങൾ. പിന്നെ ഞാൻ ഡയറ്റിങ്ങിലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങൾ ഞാനൊരു 10-25 മിനിറ്റ് നടക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ടെറസിൻ്റെ മുകളിൽ നടന്നു നോക്കാമെന്ന് വിചാരിച്ച് കയറി. പക്ഷേ കൈയും വീശി ബ്രിസ്ക്കായിട്ട് എനിക്ക് അവിടെ നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ താഴെ ഇറങ്ങിയിട്ട് നമ്മുടെ ഫ്രണ്ടിലുള്ള വഴി ഉണ്ടല്ലോ, അവിടെ നല്ലപോലെ കൈയും വീശി നടന്നോട്ട് ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കുളിച്ച് ഫ്രഷ് ആവണേക്കാളും മുമ്പ് ഇഡ്ഡലിക്കുള്ള മാവ് ഒന്ന് അരച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മിക്കവാറും ഇവിടെ ഇഡ്ഡലിയും ദോശയൊക്കെയാണ് ഉണ്ടാക്കല്. അതാകുമ്പോൾ എളുപ്പമല്ലേ, പെട്ടെന്ന് കാര്യം കഴിയും. ഇപ്പോഴത്തെ ഒരു ചൂടിൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാൻ വേണ്ട. അരച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഞാൻ ഉപ്പും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടാണ് വെക്കുക. അപ്പോൾ കാലത്താകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.